ആഫ്രിക്കയിലെ റുവാണ്ടയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള കിഗാലിയിലെ പെരുന്നാൾ വിശേഷങ്ങളാണ്. രാവിലെ തന്നെ എല്ലാവരും ക്യൂ നിൽക്കുകയാണ്. ചെക്കിങ്ങും കാര്യങ്ങളുണ്ട്. മൈതാനത്തേക്ക് ഈദ്ഗാഹിലേക്ക് കിടക്കാൻ നല്ല രീതിയിലുള്ള ചെക്കിങ് കഴിഞ്ഞിട്ട് ഈദ്ഗാഹിലേക്ക് കിടത്തും. രാവിലെ 6:30 ആകുമ്പോഴേക്ക് തന്നെ ഇത്രയും ആളുകൾ ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇവിടെ കിഗാലിയിൽ ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് പെരുന്നാൾ നമസ്കാരം ഉള്ളത്. പള്ളിയിലല്ല ഇവിടെ പെരുന്നാൾ നമസ്കാരം ഉണ്ടാവുക. ഇവിടെ എല്ലാവരും ഒരു സ്റ്റേഡിയം, റുവാണ്ടയുടെ കിഗാലി പെലെ സ്റ്റേഡിയം, ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള പെലെയുടെ പേരിലുള്ള ഈ ഒരു സ്റ്റേഡിയത്തിലാണ് എല്ലാ വർഷവും പെരുന്നാൾ നിസ്കാരം ഉണ്ടാവുക. ഇപ്പോൾ രാവിലെ തന്നെ ആളുകൾ ഇങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ തന്നെ എത്തി സ്റ്റേഡിയത്തിൻ്റെ സൈഡിലിരുന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ വന്നിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വന്ന് ഈ സ്റ്റേഡിയം ഗ്രൗണ്ട് നിറയുന്നത് നല്ല രസകരമായിട്ടുള്ള കാഴ്ചയാണ്. മുസ്ലിംസും ക്രിസ്ത്യൻസും മാത്രമുള്ള റുവാണ്ടയിൽ വളരെ മതപരമായിട്ടും സാമൂഹികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും വളരെ നല്ല സൗഹാർദ്ദത്തിലാണ് ഇന്ന് വരെ. കഴിഞ്ഞ 7 വർഷത്തെ റുവാണ്ടയിലെ ജീവിതത്തിനിടക്ക് ഇന്ന് വരെ രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ യാതൊരുവിധ പ്രശ്നങ്ങളും ഞാൻ റുവാണ്ടയിൽ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. റുവാണ്ടയിലെ മുസ്ലിംസ് പൊതുവെ ഈ ഈദ് ദിനത്തിൽ ലോങ് ഡ്രസ്സ് ഇടാൻ ഇഷ്ടപ്പെടുന്നവരാണെന്ന് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ പൈജാമയും കുർത്ത അല്ലെങ്കിൽ കഞ്ചൂറ പോലത്തെ ഡ്രസ്സുകൾ പെരുന്നാളിൻ്റെക്ക് പ്രത്യേകിച്ച് പലരും ഇടുന്നതായിട്ട് കാണാറുണ്ട്. നോർമൽ ഡേയ്സിൽ പാൻറ്റും ഷർട്ടും തന്നെയാണ് ആണുങ്ങളുടെ മെയിൻ വേഷം. ലേഡീസിൻ്റെത് നമ്മളെ മാക്സി പോലത്തെ നീളമുള്ളൊരു ഡ്രസ്സ്, അല്ലെങ്കിൽ കഞ്ചൂറ പോലത്തെ വേറൊരു ടൈപ്പ് കഫ്താനി പോലുള്ള ഡ്രസ്സ്, മിഡി കുപ്പായം, ഉടുപ്പ്, ഇതൊക്കെ തന്നെയാണ് ലേഡീസിൻ്റെ ഡ്രസ്സ്. ആളുകൾ ഗ്രൗണ്ടിൽ തിങ്ങി നിറഞ്ഞു. ഞങ്ങൾ വന്നപ്പോൾ ഒരു ഭാഗം മാത്രമുള്ളായിരുന്നു ആളുകൾ. ഇപ്പോൾ ആളുകൾക്ക് നിൽക്കാൻ സ്ഥലമില്ലാത്ത അത്രയും തിങ്ങി നിറഞ്ഞു. പെരുന്നാൾ നിസ്കാരവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആളുകൾ പോയി തുടങ്ങി. ആ സമയത്ത് ഗ്രൗണ്ടിന് നടുവിലുണ്ടായിരുന്ന ഒരു സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ എൻ്റെ ക്യാമറ വട്ടം കറക്കി. ചുറ്റുള്ള ആളുകളൊക്കെ എന്നെ അന്തം വിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇവൻ എന്ത് തേങ്ങയാണ് ഈ കാണിക്കുന്നുള്ള രീതിയിൽ. ഞാനൊന്നും മെയിൻ ചെയ്യാതെ എൻ്റെ ക്യാമറ കറക്കിക്കൊണ്ടിരുന്നു. നല്ല രസകരമായിട്ടുള്ള ആകാശ കാഴ്ചകൾ, നല്ല മനോഹരമായിട്ട് പച്ചപ്പുൽ വിരിച്ച കിഗാലി പെലെ സ്റ്റേഡിയത്തിലെ 10,000 തിങ്ങി നിറഞ്ഞ പെരുന്നാൾ നിസ്കാരവും കാഴ്ചകളും വളരെ മനോഹരമായിരുന്നു. കൂട്ടുകാരോടും സുഹൃത്തുക്കളോടും പരിചയമുള്ളവരോടൊക്കെയുള്ള ബന്ധങ്ങളൊന്നുകൂടെ കൂട്ടി ഇണക്കി. നല്ല സുഹൃത്തുക്കളും ബന്ധങ്ങളും മാത്രമാണ് നമ്മുടെ ആകെയുള്ള സമ്പത്ത്. കുശലാന്വേഷണങ്ങൾക്ക് ശേഷം ഞങ്ങളും ഗ്രൗണ്ട് വിട്ടു. റോഡിൽ ഒരുപാട് ദൂരം, ഒരുപാട് ലോങ് ഡിസ്റ്റൻസിൽ ആളുകളിങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുകളെ കസ്റ്റമറെ കാത്ത് ബൈക്ക് ടാക്സിക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. കൂട്ടുകാരൻ സവാദ് ഖാൻ്റെ വക നല്ല മട്ടൻ ദം ബിരിയാണിയും കൂടെ ഉണ്ടായിരുന്നു. Wow. Just like a wow.